നമസ്കാരം, ഏവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് മലയാളം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ബട്ടൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ബട്ടൺ സ്റ്റൈൽ അപ്ലൈ ചെയ്യുക എന്നതിനെ പറ്റിയാണ്. ആദ്യമായി നമുക്ക് നമ്മുടെ ഈ ലേഔട്ടിലേക്ക് ഒരു ബട്ടൺ പ്ലേസ് ചെയ്യാം. എൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം കൺസ്ട്രെയിൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബട്ടൻ്റെ വിഡ്ത്ത് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഞാനൊരു 250 dp ആയിട്ട് വിഡ്ത്ത് ചേഞ്ച് ചെയ്തു. നമുക്ക് അതിൻ്റെ XML ഫയലിൽ നിന്നും ഒരു ആട്രിബ്യൂട്ട്സും കൂടി ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഓൾ ക്യാപ്സ് ഇൻറ്റു ഫോൾസ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ടൈറ്റിൽ, ആ ബട്ടൻ്റെ ടൈറ്റിൽ സ്മോൾ ലെറ്ററിലും ഡിസ്പ്ലേ ആവും. ഇനി നമുക്ക് ഈ ബട്ടണ് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്റ്റൈൽ അപ്ലൈ ചെയ്യാനായി ഞാനൊരു ഡ്രോയബിൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു റിസോഴ്സ് ഫയൽ സെലക്ട് ചെയ്തു. ഞാൻ അതിന് ബട്ടൺ സ്റ്റൈൽ എന്ന പേര് കൊടുത്തു. റിസോഴ്സ് ടൈപ്പ് ഡ്രോയബിൾ ആയിട്ട് ചേഞ്ച് ചെയ്തു. റൂട്ട് എലമെൻറ്റ് സെലക്ടറാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫയലിൻ്റെ റൂട്ട് എലമെൻറ്റ് സെലക്ടറാണ്. നമുക്കിവിടെ ബട്ടൻ്റെ 3 സ്റ്റേജുകളാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആദ്യത്തേത് ബട്ടൺ പ്രസ്ഡ്, ബട്ടൺ ഫോക്കസ്ഡ്, അതുപോലെ തന്നെ അവസാനത്തേത് ബട്ടൻ്റെ ഡിഫോൾട്ട് സ്റ്റേറ്റ്. അപ്പോൾ ഈ 3 സ്റ്റേജിനുമാണ് നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്തു. അതിന് ആൻഡ്രോയിഡ് സ്റ്റേറ്റ് പ്രസ്ഡ് ഇൻറ്റു ട്രൂ കൊടുത്തു. ഈ കേസിൽ നമ്മൾ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ ഷേപ്പ് വെച്ചിട്ട് ആ ഷേപ്പിന് നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ആദ്യമായി ഞാൻ അതിന് കോർണേഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ കർവ്ഡ് കോർണേഴ്സാണ് ഈ ബട്ടണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ആ കർവിൻ്റെ റേഡിയസ് സ്പെസിഫൈ ചെയ്തു 3 dp. അടുത്തതായി സ്ട്രോക്ക്, ഞാൻ ആ ബോർഡർ സ്ട്രോക്ക് സ്പെസിഫൈ ചെയ്തു. അതിൻ്റെ വിഡ്ത്ത് ഞാൻ 2 dp ആയിട്ട് സ്പെസിഫൈ ചെയ്തു. അതുപോലെ കളർ സ്പെസിഫൈ ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അവസാനമായി നമുക്ക് ബട്ടൻ്റെ കളർ, സോളിഡ് കളർ സ്പെസിഫൈ ചെയ്യാം. നമുക്കൊരു കളർ ചൂസ് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു റെഡ് കളറായിട്ട്, ഒരു ഓറഞ്ച് റെഡായിട്ട് ചേഞ്ച് ചെയ്യാം. നമ്മൾ ബട്ടൻ്റെ ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്തു. നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫോക്കസ്ഡ് എന്നതാണ്. ഇവിടെ നമുക്ക് ആ കളർ ചേഞ്ച് ചെയ്യാം. ഞാനൊരു മജന്ത കളർ അപ്ലൈ ചെയ്തു. അവസാനമായി ബട്ടൻ്റെ ഡിഫോൾട്ട് സ്റ്റേറ്റ്, അവിടെ ഐറ്റം എന്ന് മാത്രം കൊടുത്താൽ മതി. അവിടെ സ്റ്റേറ്റ് നെയിംസ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട. അതാണ് ഡിഫോൾട്ടായിട്ടുള്ള അതിൻ്റെ ഷേപ്പ്, ഡിഫോൾട്ടായിട്ടുള്ള സ്റ്റേജ്. ഞാൻ കോപ്പി ചെയ്തു. ഡിഫോൾട്ടായിട്ടുള്ള കളർ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്രീൻ കളർ, ഗ്രീൻ വേണ്ട, ഒരു ഡാർക്ക് സിയാൻ അല്ലെങ്കിൽ ടീൽ കളർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബട്ടൺ സ്റ്റൈൽ ഡ്രോയബിൾ ഫയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലേഔട്ടിലേക്ക് പോകാം. ആദ്യമായി ഞാൻ ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുകയാണ്. ടെക്സ്റ്റ് കളർ ഞാനൊരു വൈറ്റ് കളറായിട്ട് ചേഞ്ച് ചെയ്തു. നമുക്ക് ബട്ടൺ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം.
അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഡ്രോയബിൾ ഫോൾഡറിൽ നിന്നും ആ ഫയൽ സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ ബട്ടണ് ഒരു പുതിയ സ്റ്റൈൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ ബട്ടണ് ഒരു പുതിയ സ്റ്റൈൽ, ഡിഫോൾട്ടായിട്ടുള്ള ഒരു അപ്പിയറൻസ് നമ്മൾ ഓവർറൈഡ് ചെയ്ത് നമ്മളൊരു പുതിയ സ്റ്റൈൽ അപ്ലൈ ചെയ്തു. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു റെഡ് കളറായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഒരു ബട്ടൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ലുക്ക് ആൻഡ് ഫീല് ചേഞ്ച് ചെയ്ത് നമ്മുടെ കസ്റ്റം സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ആൻഡ്രോയിഡ് മലയാളം എപ്പിസോഡുകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.